പാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന താളത്തിൽ തുള്ളടി ആരോല്ലെങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന തോറ്റം പാട്ടിന്റെ താളത്തിലാണടി പൂവാല്ലെങ്കിൽ തില്ലാന തോണി പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലെങ്കിൽ തില്ലാന തോറ്റം പാട്ടിന്റെ താളത്തിലാണടി പൂവാലെങ്കിൽ തില്ലാന തോണി പാട്ടിന്റെ താളത്തിൽ പാടടി കാവാലെങ്കിൽ തില്ലാന പാട്ടിന്റെ പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആരോല്ലെങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിലാണടി സുവാനെങ്കിൽ തില്ലാന തുള്ളൽ പാട്ടിന്റെ താളത്തിൽ തുള്ളടി താലോല്ലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിലാണടി തുവാനെങ്കിൽ തില്ലാന തുള്ളൽ പാട്ടിന്റെ താളത്തിൽ തുള്ളടി താലോല്ലെങ്കിൽ തില്ലാന പാണർ പാട്ടിന്റെ താളത്തിൽ പാടടി പാടത്തെ പൈകിൽ തില്ലാന ഉള്ളോർ പാട്ടിന്റെ താളത്തിലാണടി പുന്നാരെങ്കിൽ തില്ലാന പാണർ പാട്ടിന്റെ താളത്തിൽ പാടടി പാടത്തെ പൈകിൽ തില്ലാന ഉള്ളോർ പാട്ടിന്റെ താളത്തിലാണടി പുന്നാരെങ്കിൽ തില്ലാന പാട്ടിന്റെ പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആരോലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോലെങ്കിൽ തില്ലാന പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോല്ലെങ്കിൽ തില്ലാന നാവൂർ പാട്ടിന്റെ താളത്തിലാണടി നാരായണ കിളി തില്ലാന തപ്പുടി പാട്ടിന്റെ താളത്തിൽ തുള്ളടി നല്ലോല്ലെങ്കിൽ തില്ലാന നാവൂർ പാട്ടിന്റെ താളത്തിലാണടി നാരായണ കിളി തില്ലാന കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറും കിളി തില്ലാന കുറത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റ കിളി തില്ലാന കൊയ്ത്തു പാട്ടിന്റെ താളത്തിൽ പാടടി കൊമ്പേറും കിളി തില്ലാന കുറത്തി പാട്ടിന്റെ താളത്തിൽ തുള്ളടി കുഞ്ഞാറ്റ കിളി തില്ലാന പാട്ടിന്റെ പാട്ടിന്റെ താളത്തിൽ തുള്ളടി ആലോല്ലെങ്കിൽ തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാണടി കുഞ്ഞോല്ലെങ്കിൽ തില്ലാന എന്നായിരുന്നു ഇവിടെ ഇപ്പൊ നടന്നത്? എന്നായിരുന്നു ഇവിടെ ഇപ്പൊ നടന്നത്? തിമിരത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? അമ്മയെ ആഹാ ശരി. എന്തായാലും ആക്ച്വലി ഒരു നല്ല ഉത്സവം ഫീലിംഗ്, സൂപ്പർ ഫീലിംഗ് ആണ്. ഭയങ്കര കൊല്ലത്തുനിന്ന് ഇത്രയും കിഡിലമായിട്ട് ഇവിടെ വന്ന് പെർഫോം ചെയ്ത ഈ ടീമിന്റെ പേരാണ് വൈകേരി ടീം. കിടില പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര എനർജി ആയിരുന്നു. ഈ എനർജി ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം. ഇത് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ വെൽക്കം ടു ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ്, പവേർഡ് ബൈ അമൃതവേണി ലൈസ് കിറ്റ്, കോ പവേർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. ഇവര് വൈകരിയല്ല, ഇവരാണ് കൽക്കരി. നമ്മളെ ഫ്ലോർ കത്തിച്ച്. സൂപ്പർ. നല്ലൊരു കൗണ്ടർ ആണ് പറഞ്ഞത്. ഇത്രയും ചാർജ് ആയ സ്ഥിതിക്ക് നമുക്ക് ആദ്യം തന്നെ ഒരു ബാറ്ററി ചാർജ് കേറുന്ന രീതിയിലുള്ള ഒരു സ്കിറ്റ് കണ്ടാലോ? അങ്ങനെയാണെങ്കിൽ ശ്വേത ചേച്ചി ബാറ്ററി ഒന്ന് ഓൺ ആക്കിക്കോ ഐശ്വര്യമായിട്ട്. ബാറ്ററി ഓൺ. ഓണായില്ല. ബാറ്ററി എന്താന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ? അത് ചാർജ് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചിരിക്കണം. അപ്പൊ ചിരിക്കണമെങ്കിൽ സ്കിറ്റ് കാണണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അവിടെ ഇരിക്കാം. ഇവിടെ പെർഫോം ചെയ്യാൻ എത്തുന്നത് ദി യെസ്. മനസ്സിലായില്ല? സുരേഷ്, സന്തോഷ്, സ്മൃതി. ലെറ്റ്സ് വെൽക്കം. മിനി ചേച്ചിയെ, ഓ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇന്ന് തയ്ക്കാൻ തയ്യലൊന്നും ഇല്ലായിരുന്നോ? എന്തോ പറയാനാ കൊച്ചേ, പണിയൊന്നും ഇല്ല. അതുകൊണ്ട് ദേ തുണിയില്ലാതെ ഞാൻ ഇവിടെ ഇരിക്കുക. അങ്ങനെ പറഞ്ഞപ്പോ ഒരു കുട്ടിയെങ്കിലും ഒരു വലിയെങ്കിലും വായം തുറന്ന് ഇങ്ങോട്ട് നോക്കിയിരിക്കുക. മോളെ, ചേച്ചി എന്താ പറഞ്ഞറിയോ? തയ്ക്കാൻ തുണിയൊന്നും ഇല്ല, അതുകൊണ്ട് ചേച്ചി ഇവിടെ ഇരിക്കുവെന്നാ പറഞ്ഞേ. അങ്ങനെ പറ, ഇപ്പൊ രണ്ടിന്റെയും വായ അടഞ്ഞ്. മനുഷ്യ, നിങ്ങൾ ഇന്ന് ഷുഗറിന്റെ മരുന്ന് കഴിച്ചാ?
പ്രഷറിന്റെ മരുന്ന് കഴിച്ചാ? കൊളസ്ട്രോൾ എത്രയാന്ന് അറിയാലോ? എടി ഇതൊന്നും എന്റെ കൂടെയുള്ള സ്നേഹം കൊണ്ട് നീ ചോദിക്കല്ല എന്ന് എനിക്കറിയാം. ഈ അസുഖമൊക്കെ എനിക്കുണ്ടെന്ന് ഈ നാട്ടുകാരെ നിനക്ക് കേൾപ്പിക്കണം, അതല്ലേടി? അത് തന്നെ. എന്നാ അതൊന്ന് പതുക്കെ പറഞ്ഞൂടെ? അതൊക്കെ പോട്ടെ. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം നീ നിന്റെ നെറ്റ് ഓൺ ആക്കിയിട്ടല്ലേ? ഓണാക്കിയിട്ട് എടി നിന്റെ ഫേസ്ബുക്കിലെ നോട്ടിഫിക്കേഷന് മണി അടിച്ചപ്പം ഞാൻ ദീപാരാധന തുടങ്ങിയെന്ന് പറഞ്ഞ് 12 മണിക്ക് എഴുന്നേറ്റ് നിന്ന് തൊഴുത് ആരാടി രാത്രി ഇത്രയും മെസ്സേജ് നിനക്ക് അയക്കുന്നത്? ഈ മനുഷ്യന്റെ മുടിഞ്ഞ സംശയം. മുടിഞ്ഞ സംശയമല്ല, നല്ല സംശയം. ISI മുദ്ര ഉള്ള സംശയം. ചേട്ടാ സംശയം അല്ല, സംശയം. ശശാങ്കന്റെ എങ്ങനുണ്ട്? അവക്ക് ഇപ്പോഴും ശശാങ്കന്റെ ഷാ മതി. എന്റെ പേര് ശശി. അതെ, അത് 2 ചായുണ്ട്. അത് 2 അവക്ക് വേണം. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ സൈക്കിളാ. സൈക്കിളാ? സഹിക്കാന്നല്ലേടി പറയണ്ടേ? അന്ന് മുതൽ നിങ്ങൾ എന്നെ വീടിന് ചുറ്റുവിട്ട് ചവിട്ടി ഓടിച്ചോണ്ടിരിക്കുകയല്ലേ. പിന്നെ ഞാൻ സൈക്കിൾ എന്നല്ല പിന്നെ എന്തോ പറയണം? അതൊക്കെ പോട്ടെ. ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ആരാടി ഇവിടെ വന്നത്? അതെന്റെ വകയിലൊരു മാമൻ വന്നത്. ഈ വകയിലെ മാമൻ ഞാൻ ഈ നൂല് മേടിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഇവിടെ വന്ന കാര്യം എന്തുവാ? മാമന്റെ മോളുടെ കല്യാണം വിളിക്കാൻ വന്നതാ. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ളതാ. കനത്തിൽ തന്നെ എന്തെങ്കിലും കൊടുക്കണം. കരത്തി കൊടുത്താൽ മതിയെങ്കിൽ കുറച്ച് കിഴങ്ങ വെച്ചു കൊടുക്കാം. പക്ഷെ ആ കലം തിരിച്ചിവിടെ കൊണ്ടുവരണമെന്ന് നിന്റെ വകയിലെ മാമനോട് പറഞ്ഞേക്കണം. ഓ, കലത്തിലല്ല കനത്തിൽ എന്തെങ്കിലും കൊടുക്കണം. അതൊക്കെ പോട്ടെ. ഇനി നിന്റെ മാമനെന്നും പറഞ്ഞ അവനെ ഇവിടെ അങ്ങാണം കണ്ട അവന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഉടുതുണിക്ക് മറുതുണി ഇല്ലായിരുന്ന സമയത്ത് മാമൻ ഒരാളെ എന്നെ നോക്കിയിരുന്നത്. ഇവക്ക് ഞാൻ തുണി മേടിച്ചു കൊടുത്തതിന് ശേഷം ഈ മാമനെ ഈ വഴിക്ക് ഞാൻ കണ്ടിട്ടില്ല. ചേട്ടാ ഇങ്ങനൊന്നും പറയാതെ ചേട്ടാ. ഒന്നുമില്ലേലും ചെറുപ്പകാലത്ത് ഒരു പനി വന്നാല്, ഒരു ജലദോഷം വന്നാല് മാമൻ എടുത്തോണ്ട് ഓടും. എടി പനിയും ജലദോഷോട് നീ കിടക്കുമ്പോ അങ്ങേരത്തിന് പെടുത്തോണ്ട് ഓടുന്നത്. എന്നെ എടുത്തോണ്ട് ആശുപത്രിയിലോട്ട് ഓടുന്നാ ഞാൻ പറഞ്ഞത്. അത് കൊള്ളാം കൊള്ളാം. പിന്നെ എടി എന്റെ കുടുംബക്കാർക്ക് നീ ഒരു പുല്ലിന്റെ വില കൊടുത്തോടി. ചേട്ടാ ഇനി ഇങ്ങനെ സംസാരിക്കരുത് അങ്ങനെ. ഒരു കെട്ട് പുല്ലിന് ഇപ്പൊ എത്ര വില? 10-40 രൂപ ഉണ്ട്. ആ വില ഞാൻ നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുത്താൽ എനിക്ക് നഷ്ടമല്ലേ? ശരി, അപ്പൊ എന്റെ വീട്ടുകാരെ നീ കളിയാക്കുന്നു. ഇനി നീ വല്ലതും സംസാരിച്ചാൽ നിന്നോട് സംസാരിക്കുന്നത് എന്റെ ഈ കത്രികയായിരിക്കും. ഈ നിങ്ങൾ എന്തേലും എന്നോട് സംസാരിച്ചാൽ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വെട്ടുകത്തി. അവർക്ക് 2 പേർക്കും എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞെങ്കിൽ അവര് 2 പേരും സംസാരിച്ചോട്ടെ. നമുക്ക് നമ്മുടെ കാര്യം പറയാം. എന്തുവാ പ്രശ്നം? അവരുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. നിങ്ങളുടെ പ്രശ്നം എന്തുവാന്ന്? എടി എനിക്കിച്ചിരി പ്രായ കൂടുതലാണ് എന്ന് നിനക്കൊരു വിചാരമുണ്ട്. അത് വിചാരമല്ലല്ലോ, സത്യമല്ലേ? എടി ഞാനിവിടെ സുഖമില്ലാതെ നടന്ന സമയത്ത് നിന്റെ അച്ഛനും അമ്മയും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയോടി. അത് അച്ഛനും അമ്മയും അന്ന് വെച്ചൂര് പോയോണ്ടല്ലേ ചേട്ടാ? അവരെവിടെ വെച്ചൂരാൻ പോയാലും എന്നെ വന്നൊന്ന് നോക്കിയിട്ട് പോകേണ്ട ഒരു മര്യാദ അവർക്കുണ്ടായിരുന്നു. എന്തൊരു കഷ്ടമായത്! എന്തൊരു കട്ടുമായത്! എടി നമ്മൾ തമ്മിൽ 20 വയസ്സിന്റെ ഏജ് ഉണ്ട്. ഏജ് ഡിഫറൻസ് എന്ന് പറയാൻ അറിയാത്ത മ്യൂസിക് ഫില്ല് ചെയ്ത് അങ്ങ് വെച്ച്. എന്തായാലും കാര്യം നിനക്ക് മനസ്സിലായല്ലോ, അത്രയും മതി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എന്തുവാ? ആവതും ആരോഗ്യം ഇല്ലെങ്കിൽ ആ മൂലക്ക് എങ്ങാനും പോയിരുന്നോളാം. എന്റെ നെഞ്ചത്തൊടങ്ങാനും കയറാൻ വന്നോണ്ടല്ലേ. ആർക്കാടി ആവതും ആരോഗ്യമില്ലാത്തത്? ഇന്ന് ഞാൻ കാണിച്ചു തരാടി എനിക്ക് ആവതും ആരോഗ്യം ഉണ്ടോന്ന്. സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമം, അതിനുള്ള ശിക്ഷ എന്താണെന്നറിയാലേ? കിച്ചയില്ല. നിന്നെ എന്റെ കൈ കിട്ടിയുണ്ടല്ലോ, ഞാൻ താണ്ടതാ ഇതേപോലെ നിന്റെ ഇങ്ങനെ മുടിക്ക് പിടിച്ച് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് പൊക്കും. എന്നിട്ട് എന്റെ കത്തിരി ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് മണക്ക് 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 കിണക്ക് 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 കുണുക്ക് 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 എന്ന് കട്ട് ചെയ്തിട്ട് ചുരുട്ടി കൂട്ടി ഇങ്ങനെ അടിക്കുന്നില്ല. പറഞ്ഞിട്ടൊരു കാര്യമില്ല നിങ്ങളോട്. ചേച്ചി ചേച്ചി ഈ കണ്ണാടി ഇവിടെ. ഇത് എനിക്കെന്തിനാ? ഇത് ഷോക്ക് സൈറ്റ് കണ്ണാടിയാണ്. അത്രയും ദൂരെ നിന്ന ചേച്ചിയെ നീ കണ്ട്, ഇത്രയും അടുത്ത് നിന്ന ഈ അണ്ണനെ നീ കണ്ടില്ല. നീ ആരാണ്, എന്ത് വേണം, എന്തിനു വന്നു, കാര്യം പറ. മാമ ഇന്ന് എന്റെ കല്യാണമാണ്. 10-നും 10:30 ഇടയ്ക്ക് മുഹൂർത്തം. ഇന്നത്തെ കല്യാണത്തിന് ഇപ്പോഴാണോ എന്നെ വിളിക്കാൻ വരുന്നത്? കല്യാണത്തിന് എന്റെ പട്ടി വരും. അതെ, അതല്ല, എന്റെ ഷർട്ട് ചേച്ചിയുടെ കയ്യിലാ, രാവിലെ വന്നാ തരാമെന്ന് പറഞ്ഞു. എങ്ങനെ? എന്റെ ഷർട്ട് ചേച്ചിയുടെ കയ്യിലാ, രാവിലെ വന്നാ തരാമെന്ന് പറഞ്ഞു. ഓഹോ, അവന്റെ ഷർട്ട് എങ്ങനെ നിന്റെ കൈ വന്നടി? അമ്മയാണ് സത്യം. ആ ചെറുക്കൻ തയ്ക്കാൻ കൊണ്ട് തന്നതാ. നിന്റെ അമ്മയെ കൊണ്ടാണോ സത്യം ചെയ്തത് അതോ എന്റെ അമ്മയെ കൊണ്ടാണോ സത്യം ചെയ്തത്? എന്റെ അമ്മയെ കൊണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അമ്മയെ കൊണ്ടാണെങ്കിൽ നീ കള്ള സത്യം ചെയ്യും. അവന്റെ ഷർട്ട് എടുത്തു കൊടു. ഏത് ഷർട്ടാ? അവന്റെ കല്യാണ ഷർട്ട് എടുത്തു കൊടു. ദോ കിടക്കുന്ന എടുത്തു കൊടു. നിങ്ങൾ നേരത്തെ കണസന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞില്ലേ? അതാ കിടക്കുന്ന എടുത്തു കൊടു. അവൻ ബ്ലൗസ് ആയിട്ടെങ്കിലും എടുത്തിട്ടോളൂ. കല്യാണ ഷർട്ടാണോ? അതെ. ഞാനിപ്പോ എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടെ.
ബാബുക്കുട്ടോ, ഓ മാമ, നിന്റെ കല്യാണം എത്ര മണിക്കാന്നാ പറഞ്ഞേ? 10നും 10:30 ഉള്ള ശുഭമുഹൂർത്തം. ഈ 10:30 ഇടയ്ക്ക് ഇച്ചിരി പുറമോട്ടൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ? അയ്യോ അത് പറ്റത്തില്ല. ആണില്ലയോ? പിന്നെ അങ്ങനെയാണെങ്കിലേ ആ തട്ടും പുറത്തോടൊന്ന് സൂക്ഷിച്ചു നോക്ക്. ബാബുക്കുട്ടോ, അതാണോ നിന്റെ തട്ടുംപുറം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ഈ കല്യാണം ഞാനൊന്ന് ഒരു വെറൈറ്റി ആയിട്ട് നടത്തിയാലോ എന്ന് തീരുമാനം. ഓ, കല്യാണം വ്യത്യസ്തമായിട്ട് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അവന് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ നമ്മളെന്തിനാ അവന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കണം? അതെ, അതെ. അങ്ങനെയാണെങ്കിൽ മഞ്ഞയും കറുപ്പും നീലയും ചുവപ്പും കൂടെ കലർന്ന ഒരു കളർ ഷർട്ട് നിനക്ക് ഞാൻ തച്ചു തരാം. അപ്പൊ കല്യാണ പന്തലിൽ ഉത്സവത്തിന് ആൽമരം നിൽക്കുന്നത് പോലെ നിനക്ക് അത് ശരിയാവൂല. ഞാൻ സിൽക്കിന്റെ ഷർട്ടാ കൊടുത്തത്. സിൽക്കിന്റെ ആണെങ്കിൽ ഷർട്ടല്ല, പാവാടയും ബ്ലൗസും. അവളുടെ രാവുകൾ കണ്ടിട്ടില്ലേ? ഇത് മാമ, നിങ്ങൾക്ക് കൊണ്ടു കയറി അങ്ങ് നിക്കണം. നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്താണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 1500 രൂപ മീറ്ററിന് വിലയുള്ള സിൽക്കിന്റെ തുണിയാണ് ഞാൻ തയ്ക്കാൻ കൊടുത്തത്. എത്ര രൂപ? 1500. ബാബുക്കുട്ടോ, ഇവിടെ നടന്നത് വല്ലോ അറിഞ്ഞിട്ട് നീ വില കയറ്റി വെക്കുവാണോ? അതിനിവിടെ എന്തോ നടന്നു. അതിനിവിടെ എന്തോ നടന്ന് തന്നെ വരുത്തി വെച്ചാൽ അനുഭവിക്കാൻ കൂട്ടും. തയ്ച്ചിരുന്നങ്ങ് പറഞ്ഞു. ബാബുക്കുട്ടോ, പിന്നെ ഞാൻ ഈ അന്തരീക്ഷത്തിൽ എഴുതി കാണിച്ചാൽ നിനക്ക് വായിക്കാൻ പറ്റുമോ? അതിനപ്പുറം ഞാൻ വായിച്ചേക്കുന്നു. കാണിക്ക്. അന്ന് ഇച്ചിരി കൈ തന്ന ദൂരത്ത് അങ്ങോട്ട് മാറിയില്ലേ? കാണ്ടാ താ ഈ ചി ല. എനിക്ക് മനസ്സിലായി. എന്തുവാ? പറയട്ടെ. തയ്ച്ചില്ല. അത്രേ ഉള്ളു. നിനക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരു ദൈവത്തിന്റെ പേര് പറ. കലിഞ്ഞു മഹാദേവന്. ആ ദൈവത്തിനെ കൊണ്ട് സത്യം ചെയ്യും. എന്തിന്? എന്നെ തല്ലത്തില്ലെന്ന്. ഞാൻ ശരിയാക്കി തരാം. എന്തോ ശരിയാക്കി തരാം. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അത് കല്യാണം കഴിഞ്ഞ് വയറ് കാണാൻ പോകുമ്പോഴല്ലേ പലഹാരം കൊണ്ടുവന്നത്. പരിഹാരം ഉണ്ടാക്കാം. തരാനുള്ള 750 രൂപയും ഞാൻ തരത്തില്ല. അടിക്കാതെ എന്തിനാ സൗണ്ട് ഇട്ടത്? അടിക്കാൻ സൗണ്ട് ഇട്ടല്ല, നിന്നെ ഞാൻ പിശുക്കാന്ന് വിളിച്ചതാ. എന്റെ സ്വഭാവം വെള്ളം ഉണ്ടാക്കില്ല. നീ ആ കിടക്കുന്ന ആ മിഷീനകത്ത് അടിയിലോട്ടൊന്ന് സൂക്ഷിച്ച് നോക്ക്. എന്റെ ദൈവമേ, ഞാൻ ഈ ഉടുപ്പില്ലാതെ ഞാൻ മിഷൻ അടിക്കരുത്. നോക്കിട്ടെന്തോ കാര്യം. സൂക്ഷിച്ച് നോക്ക്. നീ ഇവിടെ തയ്ക്കാൻ കൊടുക്കണ്ടായിരുന്നു. നോക്ക്, നല്ലോണം നോക്ക്. ഇവിടെ തയ്ക്കാൻ കൊടുക്കണ്ട. ചേർന്ന് നിന്ന് നോക്ക്. ഇവിടെ തയ്ക്കാൻ കൊടുക്കണ്ട. ആ സൂചിയുടെ അടുത്തോട്ട് നിന്ന് നോക്ക്. ആ സൂചി ഇവിടെ തയ്ക്കാൻ കൊടുക്കണ്ട. അവന്റെ ചുണ്ട് രണ്ടും കൂടെ പിടിച്ച് തയ്ച്ചങ്ങ് വിട്. തത്തുമില്ല, വായിക്ക് സിബു അടിക്കാൻ പോന്നേ. മനുഷ്യന് പിന്നെ സമാധാനം തരത്തില്ലേ? എടാ, നീ ഒരു കാര്യം ചെയ്യും, 5 മിനിറ്റത്തെ കേസേ ഉള്ളി താലി കെട്ടുന്നത്. ആ സമയത്ത് ഷർട്ട് ഇടാതെ താലി കെട്ടിയെന്ന് പറഞ്ഞു ഒരു വിഷയവും ഇല്ല. എന്റെ ദൈവമേ, കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ബ്ലൗസ് ഇവിടെ തയ്ക്കണമെന്ന് പറഞ്ഞിരുന്നതാ. കൊടുക്കാഞ്ഞത് ഭാഗ്യം. ഇല്ല, അവളോട് പറഞ്ഞാല് സാരി കൊടുത്ത് പന്തലിൽ പോക്കോ ബ്ലൗസ് കൊണ്ട് പറയാം. മര്യാദ കേട്ടോടോ. എടാ, അതൊന്നും കുഴപ്പമില്ല. ഒരു കാര്യം, നിനക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ഷർട്ട് തയ്ച്ച് ഇന്ന് രാത്രി 10 മണിയാകുമ്പോ ഞാൻ അവിടെ എത്തിക്കാം. 10 മണിക്ക് രാത്രി ആദ്യ രാത്രി നിൽക്കേണ്ട വേഷത്തിൽ ഞാൻ പന്തലിൽ നിൽക്കണം. പന്തലിൽ നിൽക്കുന്ന വേഷത്തിൽ ഞാൻ ആദ്യ രാത്രി നിൽക്കണം. എനിക്ക് ആദ്യ രാത്രി നിൽക്കുന്ന വേഷത്തിൽ പന്തലിൽ നിൽക്കണ്ട. കള്ള ആദ്യ രാത്രിയാണല്ലേ? അത് പറഞ്ഞപ്പോ എന്താ നീ ഒരു എഫക്ട് ഇട്ടത്? ചേട്ടാ, അത് സൂചി കയ്യിൽ കൊണ്ടതാ. സ്വന്തം ഭർത്താവ് ഇവിടെ സൂചി മോനെ നിൽക്കുമ്പോ നീ സൂചി കൈ കുത്തി കളിക്കുന്ന എന്തെങ്കിലും പറഞ്ഞൊന്ന് ഒഴിവാക്കാൻ നോക്കടി. ബാബുക്കുട്ടാ, കല്യാണൊക്കെ ആയി, സന്തോഷായി കേട്ടോ. ഹണിമൂണൊക്കെ തീരുമാനിച്ചോ? എന്റെ ടെറസിന്റെ മേളിലെങ്ങാനും കയറിയ 2ന്റെ മുട്ടുകാണ് ഞാൻ തല്ലി ഓടിക്കും. അയ്യോ, ഞാനും പെണ്ണും കൂടെ കല്യാണം കഴിഞ്ഞ് സിംഗപ്പൂരിൽ പ്ലെയിനിൽ പോകും ഹണിമൂൺ. അങ്ങനെ എവിടാണേ പെണ്ണിന്റെ സ്ഥലം? എടത്തുവാ. പറ്റിപ്പോയില്ലേ, നീ പറയുന്ന സ്ഥലത്ത് വരാം. അല്ല, എടുത്തു വരാൻ പറഞ്ഞു. എടത്തുവാ. അതാ, അത് നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോ ഈ മുഖത്തൊക്കെ പറ്റിയിരിക്കുന്ന സാധനം. അത് ഈത്തുവാ. എടത്തുവാന്ന് പറഞ്ഞ സ്ഥലത്താ പെണ്ണിന്റെ വീട്. സ്ഥലം. ബാബുക്കുട്ടാ, എങ്ങനെയാ ഈ കല്യാണൊക്കെ സെറ്റ് ആയത്? ചേച്ചി, മാട്രിമോണി ഉള്ളത് കൊണ്ടാണ് എനിക്ക് അവളെ കിട്ടിയത്. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു, വീട്ടുകാരുടെ നിർബന്ധവും. ബാബുക്കുട്ടാ, ഇത്രയും വലിയൊരു മനസ്സിന്റെ ഉടമയാന്ന് ഞാൻ അറിഞ്ഞില്ല. പറ മാമ. ഇത്രയും വലിയൊരു അസുഖമുള്ള പെണ്ണിനെ നീ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലോ.
എന്താ അസുഖം? മാട്രിമോണി. മാട്രിമോണി എന്ന് പറഞ്ഞാൽ കല്യാണം നടത്തി കൊടുക്കുന്ന ഒരു ആപ്പാണ്. ആ ആപ്പിൽ നിന്നാണ് എനിക്ക് പെണ്ണിനെ കിട്ടിയത്. ഞങ്ങളുടെ കല്യാണം ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാ നടന്നത്. ആപ്പ് വഴിയാണോ കിട്ടിയത്? അല്ല, കല്യാണം കഴിഞ്ഞിട്ടാ ഞാൻ ആപ്പിലായത്. സത്യം മോനെ, ഞാനാണ് ആപ്പിലായത്. നീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്ത്രീധനമൊക്കെ നേരത്തെ മേടിച്ചോണം, അല്ലെങ്കിൽ എന്റെ കണക്ക് സംഭവിക്കും നിനക്ക്. മാമന് സ്ത്രീധനം കൊടുത്തില്ലേ? എങ്ങനെ കൊടുക്കും? ഇങ്ങനെ സ്ത്രീധനം അന്വേഷിച്ചോണ്ട് അങ്ങോട്ട് വന്നപ്പോ എന്റെ അച്ഛൻ ഇങ്ങനെ പറ്റി അന്വേഷിക്കാൻ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അച്ഛൻ എന്റെ അടുത്ത് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞെന്തോന്നറിയാമോ? എന്താ പറഞ്ഞു? 3 വാഴയുടെ തൈയും 3 മുക്കുവണ്ടത്തിന്റെ മാലയും. അതിനുള്ളതേ അവിടെ ഉള്ളത്. 3 വാഴയല്ല, 2 വാഴയ്ക്കുള്ളതേ ഉള്ളൂ ഈ മരവാഴ. കണ്ടോ, നിനക്ക് വരെ മനസ്സിലായി, എന്നിട്ട് അങ്ങർക്ക് മനസ്സിലായിട്ടില്ല. നിന്നെ കല്യാണം കഴിച്ച് ഇവിടെ വന്നതിന് ശേഷം നിനക്കൊരു ചമ്മന്തിയോ ഒരു കഞ്ഞിയോ ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നുള്ള കാര്യം ഞാൻ ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ കട ഉണ്ടെന്ന് ഞാൻ ഇതുവരെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ രാത്രി കിടന്ന് ഓർക്ക കൂർക്കം മരിക്കുന്നുള്ള കാര്യം ഞാൻ ആരെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇവൻ കൊണ്ടു തന്ന ഷർട്ട് ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് വെട്ടി മുറിച്ച് കളഞ്ഞത് ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? വായിക്കാത്ത പഴോ മറുപടി പറയാൻ എവിടെ നോക്കിയിരിക്കുന്നു? ഇപ്പം ചേച്ചി കാര്യം പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. നല്ല വൃത്തിക്ക് ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തേ. എടാ, നീ എനിക്ക് നിന്റെ സിൽക്കിന്റെ ഷർട്ട് കൊണ്ട് തന്നില്ലേ തയ്ക്കാൻ വേണ്ടിട്ട്? അത് തയ്ച്ച് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇയാള് കണസാ പറഞ്ഞ് വെട്ടിക്കളഞ്ഞു. ഞാൻ ഇതുവരെ ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നീ ഇത്ര നേരം ഇവിടെ വന്നിട്ട് നിന്നോട് പറഞ്ഞു എത്ര നേരമായിട്ട്? മനസ്സിലായോ? എന്റെ കല്യാണ ഷർട്ട് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കരുത്, കള്ളത്തരം പറയരുത്. കണസു 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 എന്ന് പറഞ്ഞ് വെട്ടി, പക്ഷെ ഞാൻ കളഞ്ഞില്ല. മോളെ മിനി, ഒരു ചെറിയ കഷ്ണം തുണി ഇങ്ങെടുത്തോണ്ട് വാ. മൂക്കി വെക്കാനാ? എന്തായാലും അവൻ വന്ന് എന്നെ തലയടിച്ച് പൊട്ടിക്കും. അപ്പൊ ഒരു ചെറിയ മുറിവ് വരും, അതൊന്ന് കെട്ടി വെക്കാം. ശീലാണല്ലോ. ഭഗവാനെ, ആദ്യമായിട്ട് ഒരാൾ എന്നെ തല്ലാതെ പോകുന്നത്. അത്ര വെച്ചുള്ളൂ ആണല്ലേ? രക്ഷപ്പെട്ട്. മിനിയേ, ആ ചെറിയ തുണി അങ്ങ് കളാ. എന്നിട്ട് ഈ വീട്ടിലുള്ള ഏറ്റവും വലിയ തുണി എടുത്തോണ്ട് വാ. അവൻ പോയി കുറെ ആളിനെ കൂട്ടി വരുത്. ഇത് ചെറിയ മുറിവിൽ നിൽക്കൂല. നമ്മുടെ സന്തോഷമല്ല, അവരുടെ സന്തോഷം നോക്കിക്കേ. ഒരു ടൈലർ ഷോപ്പിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെ സ്ഥിരം ഉള്ളതാന്ന് തോന്നുന്നു. എത്ര പേര് തയ്ക്കുന്നവരുണ്ട്? അത്യാവശ്യം സ്വന്തമായിട്ട്. അതെ, അടുത്തുള്ളവരുടെ ഒന്നും ഏറ്റുപിടിക്കാൻ നിന്നിട്ടില്ല. ഇല്ല. അപ്പൊ എന്തായാലും നല്ലൊരു സ്കിറ്റ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ രണ്ടുപേരും കിടിലായിട്ടാ, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലെ ശ്വേത ചേച്ചി? ഭയങ്കര ക്ലാസി, എനിക്ക് ഭയങ്കര ക്ലാസി തോന്നിയ ഒരു സ്കിറ്റ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിത് വേണമെങ്കിൽ ടൈലർ ഫിറ്റ് സ്കിറ്റ് എന്ന് വേണമെങ്കിൽ അതെ, ഭയങ്കര ക്ലാസി. ഇപ്പൊ സന്തോഷ് വന്നപ്പോഴും അത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അത് വെളുപ്പാവാമായിരുന്നു. പക്ഷെ നോ, ഇറ്റ് വാസ് സോ ഗുഡ്. Everybody was good. ഫസ്റ്റ് കളിച്ച് കാണിച്ചപ്പം സാറെടുത്ത് ഇതല്ലായിരുന്നു സ്കിറ്റ്, ഇതല്ലായിരുന്നു കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അപ്പം വിഷ്ണു ഭഗവാന് അത്യാവശ്യമായിട്ട് വീട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ആ കാറിലിരുന്ന് എഴുതി രാവിലെ ഇവിടെ കൊണ്ട് ഞങ്ങൾക്ക് തന്ന സ്കിറ്റ്. വെരി ഗുഡ്. ഉഗ്രായിട്ട് പ്ലേ ചെയ്താണ്. കാരണം എന്താ അറിയാമോ, ഈ ഭാര്യയും ഭർത്താവിന്റെ ഉടക്ക് സ്കിറ്റ് തുടങ്ങിയ കാലം തൊട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ആ പ്ലേ ഭയങ്കര രസമായിരുന്നു. ഭയങ്കര കൗണ്ടറുകളായാലും ഭയങ്കര പ്ലേ. നിങ്ങൾ ക്യാരക്ടറും അതാണ് മീറ്റർ അവസാനം വരെ അടിപൊളിയായിട്ട് പിടിച്ചു. നമുക്ക് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കണ്ടേ? എക്സൈറ്റ്മെന്റില് പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി. സന്തോഷും സുരേഷ് ഏട്ടന്റെ മുഖഭാവം ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഷോക്കില്, തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? അല്ല, ഭയങ്കര സത്യം പറഞ്ഞാൽ വെരി ക്ലാസി, വെരി ക്ലാസി. ഗ്രേറ്റ് എഫേർട്ട് ഗൈസ്. അപ്പൊ ശ്വേത ചേച്ചി 50,000 rupees ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് ബാങ്ക് ഓഫ് ബോംബെ. ഈ സൗണ്ട്, ഈ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഹാപ്പി ആയില്ലേ? പല സ്കിറ്റിന് എനിക്കുമ്പോ ഈ സൗണ്ട് കേൾക്കണേ എന്ന് പ്രാർത്ഥിച്ചോണ്ടൊക്കെ കേൾക്കാറില്ല. നിങ്ങൾ ഇനിയും കിടിലമായിട്ട് പെർഫോം ചെയ്യാ. നമുക്ക് ഇതുവരെ ആ 75,000 ആര് അൺലോക്ക് ചെയ്യും എന്നുള്ളൊരു ചോദ്യ ചിഹ്നം ഇപ്പോഴും നിൽക്കുകയാണ്. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോ പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് പവേഡ് ബൈ അമൃതവേണി ലൈഫ് കിറ്റ്, കോ പവേഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്.
രാജകുമാരി ഗ്രൂപ്പ് പോലെ കിടിലം ഒരു ഗ്രൂപ്പ് ഇരിക്കുന്നുണ്ട്. അവർക്ക് ഞാൻ കിടിലം ഒരു സ്കിറ്റ് കൊടുക്കാൻ പോകും. അതായത് ചേച്ചി, നമ്മള് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. സൈബർ ലോകം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സൈബർ നമ്മളെയും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ സൈബർ ലോകത്ത് എന്തെങ്കിലും ചെറിയ ഉടായ്പകൾ കാണിച്ചാൽ ഉറപ്പായിട്ടും സൈബർ വിങ് നമ്മളെ പൊക്കും. ഇതെല്ലാം അറിയാഞ്ഞിട്ടാണ് നീ ഇത് കാണിച്ചോണ്ടിരിക്കുന്നത്. അതെ, അതുകൊണ്ട് അതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു സൈബർ സ്കിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ സൈബർ തെറ്റ് ചെയ്ത ആളിനെ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്യൂരിയോസിറ്റി, ആകാംക്ഷയൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. അതിനു മുന്നേ ചേച്ചി ആദ്യം ബാറ്ററി ഒന്ന് ഓണാക്കി തരൂ. ഓ, ബാറ്ററി ഓൺ. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ബാറ്ററി ഓണായി. ഇനി ഇതിൽ ചാർജ് കയറണമെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലാണ്. കാരണം ഇവിടെ പറയുന്ന ഓരോ തമാശയ്ക്കും നിങ്ങൾ കൈയടിച്ച് ചിരിച്ച് ആ ബാറ്ററി ചാർജ് കയറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കാശ് കിട്ടും. അപ്പോൾ നന്നായിട്ട് കൈയടിച്ച് ചിരിക്കുക. ഇനി വരാൻ പോണ 3 പേരുടെ പേര് ഞാൻ പറയാം. പറയൂ. ആരാണവർ? രഞ്ജിത്ത് മാമൻ, രഞ്ജീഷ് ഖല്ലാമ, നിമിഷ കോഴിക്കോട്. അപ്പൊ ഒരു സൈബർ സ്കിറ്റ്. ഗ്യാസ് ആയെന്ന കാര്യം ഉറപ്പാണോ? ഉരുണ്ട് കയറ്റം ഉണ്ട്. അപ്പൊ ഗ്യാസ് തന്നെ. ഇത് ഏത് വഴി പോവുമെന്നാണ് ടെൻഷൻ. അതല്ല, ഗ്യാസ് ആയെന്നുള്ള കാര്യം ഉറപ്പാണെന്ന്. ഗ്യാസ് ആയടാ, ഗ്യാസ് ആയി. സൈബർ എന്ന് പറഞ്ഞു ഒരുത്തൻ വിളിച്ചായിരുന്നു. മൈ ഗോഡ്, സൈബർ സെല്ല്. അയ്യോ, അപ്പൊ പിടിച്ചുടനെ സെല്ലിൽ തന്നെ കൊണ്ടിടുവോ? അതല്ല, പിന്നെ അമ്മാതിരി ഫോണിൽ ഉണ്ടാക്കുന്ന വിഷയങ്ങൾക്ക് ക്യാച്ച് എടുക്കുന്നത് ഈ സൈബർ സെല്ല് എന്ന് പറയുന്ന സംഭവമാണ്. എനിക്ക് വയസ്സാങ്കാലത്ത് എന്തൊക്കെ കുഴപ്പമാണ്. അങ്ങനെ പറയരുത്. പങ്കജാക്ഷി മരിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അതോ ആ വിലാസിനി അമ്മയിലെ വീട്ടിൽ നോക്കിയാണ് പറയണത്. ഇങ്ങോട്ട് നോക്കി പറയുവാ. വിലാസിനി അവിടെ ഇല്ല. അവള് ജോലിക്ക് രാവിലെ 5 മണിയാകുമ്പോ പോയി. പിന്നെ എന്തിനാ അങ്ങോട്ട് കിടന്ന് വലിയണത്? വിലാസിനിയുടെ മരുമോള് വന്നിട്ടുണ്ട്. അവളെ അങ്ങോട്ടൊരു കണ്ണ് വേണോന്ന് പറഞ്ഞായിരുന്നു. ആ കണ്ണും കൂടെ കുത്തി പൊട്ടിച്ചിട്ട് ആ ഗ്യാസും കൂടെ ഇനി ഞാൻ നോക്കണം. ആമാ, ഇപ്പൊ നടന്ന സംഭവം കറക്റ്റാ പറ. എന്തിനാണ് ഇതിന്റെ അടിസ്ഥാനം? വിലാസി മരിച്ചതിനെ പിന്നെ വിലാസിനി മതിലും ചാടി ഇങ്ങ് വന്ന. വിലാസിനി അല്ല എടാ, ഞാൻ ഇവിടെ വിലാസിനി പോട്ട്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ പോസ്റ്റായല്ലേ ഇരിക്കുന്നത്. ആരെങ്കിലും ഇതിനകത്തൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാ എനിക്ക് ആഗ്രഹം കാണൂലേ ഒരു പോസ്റ്റ് ഇടാൻ. ഈ പോസ്റ്റ് കുഴിച്ചിടാനുള്ള സമയമായി. കുളിച്ചോണ്ട് നിക്കണ പോസ്റ്റ് അല്ലേടാ. ഓ, ചെവിയും കേട്ടൂടാ. കുഴിച്ചോണ്ട് നിക്കണേ അല്ല, കുഴിച്ചിടാനുള്ള സമയമായെന്ന്. മാമ, കാര്യമായിട്ട് പറഞ്ഞു തന്നാലേ എനിക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഞാൻ പറഞ്ഞു തരാം. പറ മാമ. എടാ, ഇതിനകത്ത് ഒരു പെൺകൊച്ചൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അതിന്റെ താഴെ പെൺകൊച്ചെ കമന്റ് ഇട്ടിരുന്ന്. കമന്റാ? അവൾ അതിനകത്തൊരു ക്യാപ്ഷൻ ഇട്ടിരുന്ന്, എന്തോന്ന്? തനിച്ചാണ് ഞാനെന്ന്. സ്വാഭാവികം. ഞാൻ അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ട്, എന്തോന്ന്? ഞാനും തനിച്ചാണ് ഇങ്ങ് പോരേന്ന്. അത് പോരെ. അത് പോരേന്നല്ല, പിന്നെ ഇങ്ങ് പോരേ. അതല്ല, ഒരു ഗ്യാസ് ആവാൻ അത് പോരെ. മാമാ, മാമൻ പേടിക്കൊന്നും വേണ്ട. അങ്ങനെ ഒരു കമന്റ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് മാമൻ ഒരു പോലീസ് ഊർന്ന് പിടിച്ചോണ്ട് പോകൂല. ഈ പ്രസന്നൻ അതിന് സമ്മതിക്കില്ല. ഉച്ചക്ക് വേറൊരു കമന്റും കൂടെ ഇട്ടായിരുന്നു. ഉച്ചക്കാ? എന്തായിരുന്നു ഇട്ടത്? വരണമെങ്കിൽ പറയണം, അരി കൂടുതൽ ഇടാവുള്ളതാ. അല്ല, കൊച്ചാറ്റ ഇങ്ങോട്ട് വന്നാ പിന്നെ ഞാൻ ആഹാരം വാങ്ങിക്കാൻ വേണ്ടി വെളിയിലോട്ട് പോകണം. അത്രയും സമയം കൂടെ എനിക്ക് എൻജോയ് ചെയ്യും. ഇത് അറസ്റ്റിലേ തീരുള്ളൂ. ഇത് അറസ്റ്റ് ആവും, ഗ്യാസ് ആവും. ഇത് അറസ്റ്റ് ആവുമെന്ന് കാര്യം ഉറപ്പാണ്. പിന്നെ മാമ ഇതിനകത്ത് കള്ള അഡ്രസ് അല്ലേ കൊടുത്തിരിക്കണേ? ഒറിജിനൽ അഡ്രസ് ഒന്നും ഇല്ലല്ലോ, ഫോൺ നമ്പർ അല്ലേ ഉള്ളൂ. അപ്പൊ സൈബർ സെൽ എന്തായാലും ഈ ഫോൺ നമ്പർ നോക്കി അഡ്രസ് കണ്ടുപിടിച്ച് വരാൻ ഒരു സമയം എടുക്കും. അത്രയും സമയമുണ്ട് നമുക്ക്. രാത്രി കിടക്കാൻ നേരത്ത് മാപ്പിട്ടായിരുന്നു. അത് നല്ലതാ. ഒരു തെറ്റ് ചെയ്താൽ മാപ്പിടണം. അതല്ല, പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഗൂഗിൾ മാപ്പ് ഇട്ട് കൊടുത്ത്. കൊച്ചായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ ബസ്സില്ല മക്കളെ. അപ്പൊ പിന്നെ ഓട്ടോ വിളിച്ചാട്ട് ഇങ്ങ് വരൂലേ. എനിക്ക് ഗൂഗിൾ മാപ്പ് അയച്ച് അടി വാങ്ങിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ്. മാമ, ഇത് കേസാവും.
ഇത് ഗ്യാസ് ആവുകയും ചെയ്യും, നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് പോവുകയും ചെയ്യും. ജയിലിൽ പോയി കിടക്കേണ്ടിയും വരും. ഡെയിലി കിടക്കേണ്ടി വരുമോ? ജയിലിൽ കിടക്കേണ്ടി വരും. അയ്യോ അയ്യോ, അപ്പൊ കുളിർമഴ 45 എന്ന എന്റെ യൂട്യൂബ് ചാനൽ ആര് നോക്കൂടാ? അങ്ങനെയുണ്ടാ? പിന്നെ ഇല്ലേ, അതെന്തോ നീ കുളിർമഴ 45? 45 വയസ്സുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിനാണ് കുളിർമഴ. എടാ, അവര് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാല് എന്നെ വല്ലോ ചെയ്യോ? ചെയ്യും മാമ. നേരെ ജയിലിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ബട്ടണിൽ അമർത്തി കഴിഞ്ഞു. അപ്പോഴേ എനിക്ക് കൊളാബ് ചെയ്യാൻ പറ്റൂലേ? കൊളാബ് മാത്രമല്ല, നിങ്ങളെ ഫുൾ ഫോർമാറ്റ് ചെയ്തേ അമ്മ വെളിയിലോട്ട് വിടും. അപ്പൊ ഞാൻ ഇത് മൊത്തം ഒന്നേന്ന് തുടങ്ങേണ്ടി വരുമോ? ഒന്നേന്ന് തുടങ്ങണം. അല്ലാതെ ഞാൻ തിരിക്കാൻ. കുഴപ്പമില്ല, ചില്ലറ കൊടുത്തു കഴിഞ്ഞാലേ എനിക്ക് പകരം ജയിലിൽ പോയി കിടക്കാൻ ആരെങ്കിലും കാണും. ഈ ചില്ലറ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകരം ഈ വൃത്തിയായിട്ട കേസിന് ജയിലിൽ കിടക്കാൻ ആരെയും കിട്ടൂല. എടാ, ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യ പങ്കജാക്ഷിയുടെ തലയെ വെച്ചാലാ? 7 വർഷം മുമ്പ് മരിച്ചുപോയ പങ്കജാക്ഷി ഇന്നലെ ഒന്ന് കമന്റ് ഇട്ടെന്ന് പറയാറുണ്ട്. അങ്ങനെയൊന്നും പറയണ്ടെന്ന്. 7 വർഷം മുമ്പ് മരിച്ച പങ്കജാക്ഷി കഴിഞ്ഞ ഇലക്ഷനൊന്ന് വോട്ടിട്ട് പോയതിന് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് അങ്ങനെ നീ പറയൊന്നും വേണ്ട. എനിക്ക് തോന്നുന്നില്ല ആരും കിട്ടുമെന്ന്. എടാ, ചില്ലറായിട്ട് 1 ലക്ഷം കൊടുത്ത ആരെങ്കിലും ആക്കൂലി എനിക്ക് വരും പോയി കിടക്കാൻ? ആക്കൂലി. ചില്ലറായിട്ട് എത്രയെന്നോ? 1 ലക്ഷം. 1 ലക്ഷമോ? 1.5 വേണമെങ്കിലും കൊടുക്കാം. ഒന്നും എന്നെ താങ്ങണില്ല, അങ്ങനെയൊന്നും പറയാതെ. ആമാ, നമ്മൾ ഇത് ആരെങ്കിലും വിളിച്ച് ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് വിശ്വസ്തനായിരിക്കണം. സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാറ്റി പറയരുതല്ലോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. 1 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ ആളുണ്ട്. എന്റെ കയ്യിൽ ആളുണ്ട്. ആരാ നീ തുപ്പലിറക്കി കളിക്കാതെ അതല്ല, ഞാൻ ഉണ്ട്. നീയാ? ഓ ഓ, എവരാവുമ്പോ എനിക്ക് കുഴപ്പമില്ല. മക്കളാവുമ്പോ എനിക്ക് ധൈര്യമുണ്ട്. എന്റെ കയ്യിൽ നിന്ന് പൈസയും പോകൂല, മക്കൾ പോയി ഫ്രീ ആയിട്ട് ജയിലിൽ കിടക്കുമല്ല. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. എനിക്ക് പൈസ വേണം. എനിക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനൊക്കെ പൈസ വേണ്ടി. ഓ, അങ്ങനെയാണെങ്കിൽ ഞാൻ തരാം. പക്ഷെ നീ ആണെന്ന് പറഞ്ഞാലേ അവര് വിശ്വസിക്കുവോ? പിന്നെ ഞാൻ വിശ്വസിപ്പിച്ചെടുക്കും. നമുക്ക് ആവശ്യമുള്ള പൈസ മാമൻ തരണം. കാരണം എനിക്ക് അങ്ങോട്ട് പോകണം, പിന്നെ തിരിച്ചു വരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പൈസയൊന്നും ആവൂല. അവര് വരും. അവര് വന്നിട്ട് മക്കൾ അവരെ വണ്ടി കൊണ്ടുപോകും. എന്നിട്ട് അവിടെ കൊണ്ടുപോയി കുനിച്ചേർത്തി ഇടിക്കും. എന്നിട്ട് അവരെ വണ്ടി തന്നെ തിരിച്ചു കൊണ്ടാക്കും. 2 ഇടി കൊണ്ടാലും കുഴപ്പമില്ല. 1 ലക്ഷം രൂപയല്ലേ മാമ? 1 ലക്ഷം തരുവാണെങ്കിൽ ഞാൻ ഗ്യാറ്റ്. അങ്ങനെയാണെങ്കിൽ നീ ബാക്കിയുള്ള ഞാൻ എങ്ങനെ നമ്മളിത് പ്ലാൻ ചെയ്യൂത്? വഴിയുണ്ട്. മാമന് 2 വർഷമായിട്ട് തിമിരം വന്ന് കാഴ്ചയില്ലാതെ ഇരിക്കുകയാണ്. തിമിരത്തിന്റെ ഓപ്പറേഷൻ ഇന്നലെയാണ് കഴിഞ്ഞത്. അപ്പൊ മാമന്റെ ഫോൺ ഉപയോഗിക്കുന്നത് ഞാനാണ്. ഈ പ്രസന്നനാണ് ഉപയോഗിക്കുന്നത്. മാമ ഞാനാണ് ഇത് ചെയ്തതെന്ന് ഞാൻ അങ്ങ് സമ്മതിക്കും. നിനക്ക് ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? എടാ, അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്ക്. പിന്നെ അപ്പുറത്തെ സുലായനയില്ലേ, സുലായനയുടെ മരുമോളെ കൊറേ തിരുവാതിര പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ആ സ്റ്റെപ്പ് ഇരുത്തിക്കുന്നു. അവര് ചിലപ്പോ തിരുവാതിര പ്രാക്ടീസ് ആയിട്ട് തുടങ്ങിയെങ്കിൽ ഞാൻ അങ്ങോട്ട് ഒന്ന് കണ്ടിട്ട് അറിയണം. എന്തിന്? അതിന്റെ ഇടയിൽ പോയി ഒന്ന് കുന്തളിക്കല്ല. വാങ്ങിച്ചു പിടിച്ചോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത കേത്ത് ഞാൻ നോക്കൂല. അങ്ങനെയോ? എവിടെയെങ്കിലും ഒരു പച്ച സാരി ഉണ്ട്, അപ്പൊ കടന്ന് കറങ്ങിക്കോളൂ. അവിടെ ഇരുന്നോളൂ. അവിടെ ആരോ വന്നടാ. സൈബർ സെല്ലിന്നാണ്. എനിക്ക് കണ്ണ് കണ്ടൂടാ, ഞാനിവിടെ കണ്ണ് കണ്ടൂടാതെ കിടപ്പാണ്. അയ്യോ, കണ്ണ് കണ്ടൂടേ, എനിക്ക് കണ്ണ് കണ്ടൂടേ. മിസ്റ്റർ ദിവാകരന്റെ വീടല്ലേ ഇത്? വീടാണ്. വീടാ. ഓക്കെ, ഞാനിപ്പോ സൈബർ സെല്ലിന്നാ വരുന്നത്. പണ്ട് ഞാൻ പിങ്ക് ആയിരുന്നു, ഇപ്പൊ വെള്ളയല്ലേ? പിങ്ക് ഒക്കെ എവിടെ പോയി? പിങ്ക് പോലീസിലായിരുന്നു. ഓക്കെ, അതെ, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീക്കെതിരായി ബാഡ് കമന്റ് ഇട്ടു എന്നൊരു കേസ് വന്നിട്ടുണ്ട്. ആ പരാതി അന്വേഷിക്കാൻ ഞാൻ വന്നത്. അയ്യാ, എനിക്ക് കണ്ണൊന്നും കണ്ടൂടാ, ഞാനിവിടെ ആരും കാണാനാ. എടാ, ഞാൻ ആക്ട് ചെയ്തത് കണ്ണൂടാ. നീ കൂടുതൽ ആക്ട് ചെയ്താൽ ക്യാമറ കിട്ടൂല. ടെലികാസ്റ്റ് ചെയ്യുമ്പോ ലീഡ് ചെയ്ത് കളിച്ച് ഞാൻ കാണൂല.
അല്ല നിങ്ങൾ കാര്യങ്ങൾ ആ കാര്യം പറ മക്കളെ 2 വർഷത്തിന് മുമ്പ് എനിക്ക് ഓപ്പറേഷൻ വന്നതാണ്. ഇന്നലെ തിമിരം കഴിഞ്ഞ് കിടക്കുകയാണ് ഞാൻ. അല്ലല്ല 2 വർഷത്തിന് മുമ്പ് എനിക്ക് തിമിരം വന്ന് ഞാൻ ഇന്നലെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുകയാണ്. എനിക്ക് അടക്കി കണ്ണൊന്നും കണ്ടൂടാ, ഒന്നും കാണാൻ പറ്റൂല മക്കളെ. ആക്ട് ചെയ്തേടാ കണ്ണൂടാ. ഇതാണ് മാഡം പ്രശ്നം. കണ്ണൂടെ തട്ടി മറിഞ്ഞൊക്കെ വീഴും. ഞാനാണ് നോക്കണത്. എക്സ്ക്യൂസ് മീ, ഒന്നിങ്ങ് വരൂ. ഈ മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്നാരാ? ഈ മൊബൈൽ നമ്പരോ കാണാൻ പറ്റുന്നില്ലല്ലോ. 98 46 25 52 32. നിങ്ങൾക്കല്ലേ കണ്ണ് കാണാത്തത്? അത് നീ അതെ പറഞ്ഞ കണ്ണ് കാണില്ല പറഞ്ഞില്ലേ? ഇതൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കാൻ ഞാൻ അത്ര ദ്രോഹിയൊന്നും അല്ല. ഞാൻ കേസുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ട് വന്നത്. സ്ത്രീകൾക്കെതിരുള്ള അതിക്രമം ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. ഞാനും എന്തോന്ന് ഒറ്റ സ്ത്രീയെ വെറുതെ വിടില്ല. അതിക്രമം വിട്ടുപോയി. ഇവിടെ കാണിച്ചോണ്ടിരിക്കുകയല്ലേ. ആമാ ബാക്കി ഞാൻ ഏറ്റു. നിനക്ക് 1 ലക്ഷം തരാന്ന് പറഞ്ഞല്ലേ, നീ എന്നെ ആക്കടാ. ഓക്കെ മാഡം, 2 വർഷമായി കാഴ്ച ഇല്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ നോക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോൺ ഞാനാണ് മാഡം കഴിഞ്ഞ 2 വർഷമായി ഉപയോഗിക്കുന്നത്. ഞാനാണ് മാഡം ആ കമന്റ് ഇട്ടത്. ഞാനാണ്. ഓഹോ, അപ്പൊ പാവം മനുഷ്യന്റെ ഫോൺ മിസ്യൂസ് ചെയ്ത് നിങ്ങളാണല്ലേ? അതെ മാഡം, ആ ഒരു കമന്റ് ഇട്ടത് ഞാനാണ്. ഒന്നോ ബാക്കിയോ? ആ മൊബൈൽ നമ്പറിൽ നിന്നും ബാക്കി 2 സ്ത്രീകൾക്കും ഇതേപോലെ ബാഡ് കമന്റ് പോയിട്ടുണ്ട്. വേറെ അയച്ചല്ലേ. ഒന്നിന് 10 ലക്ഷം, മറ്റേന് 10 ലക്ഷം, രണ്ടിനും കൂടെ ചേർത്ത് 20 ലക്ഷം തരും. 20 ലക്ഷോ? വാ, ഫുള്ള് ഞാൻ ഏറ്റെടുക്കാം മാമ, ഫുള്ള് ഞാൻ ഏറ്റെടുക്കാം. എഴുതി കിടക്കും മാഡം. യെസ്, ആ കമന്റുകളെല്ലാം ഇട്ടത് ഞാനാണ് മാഡം, ഞാനാണ്. എല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങൾ ഏറ്റെടുത്തു? ഞാൻ എല്ലാം ഏറ്റെടുത്തു. കേസ് മൊത്തം ഏറ്റെടുത്തു? ഞാനാണ്. അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ, ഈ കേസ് ഇവിടം കൊണ്ട് നിൽക്കുന്നില്ലല്ലോ. എന്താ മാഡം? ഈ മൊബൈൽ നമ്പറിൽ നിന്നും ബാൻ ചെയ്ത സൈറ്റിലേക്ക് നിരവധി തവണ അശ്ലീല വീഡിയോ സെർച്ച് ചെയ്തിട്ടുണ്ട്. മൊഴിഞ്ഞതല്ലേ കാണാൻ പാടില്ലാത്ത വീഡിയോകളൊക്കെ കണ്ടു അല്ലേ? കണ്ടതിന് ശേഷമാണ് മക്കളെ മനസ്സിലായത് അതൊന്നും കാണാൻ പാടില്ലാത്തതാണ്. 90 വയസ്സായി, എനിക്ക് സെഞ്ചുറി അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 5 ലക്ഷം കൂടെ തരാം. എത്ര? 5 ടോട്ടല് 25. കൂടുതൽ ഇരിക്കരുത്, ഹാർട്ട് അറ്റാക്ക്. അതിനകത്തൊന്നുമില്ല, നോക്കണ്ട. നല്ല ടീഷർട്ടും അമ്മ. ഞാൻ ഫാനിന്റെ അടുത്ത് പോയി നിൽക്കാറുണ്ട്. ചിലപ്പോ ഫ്രോക്ക് ഒന്നും കൂടെ കറങ്ങിയാലോ. 25 ലക്ഷം രൂപ ഓക്കെ അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്, എന്റെ ഫോൺ ഇവിടെ. ഹലോ, ഹോം അപ്ലയൻസ് ദീപു ഇല്ലടാ? എടാ, എന്റെ വീട്ടിലേക്ക് ഫുൾ സാധനം, ഫർണിച്ചർ, എല്ലാം ഫുള്ള്. പൈസ ഗൂഗിൾ പേ ചെയ്തിരിക്കാം. ഞാൻ കുറച്ച് ദിവസം വിദേശ ടൂറിലായിരിക്കും. കുറച്ച്, അത് എത്ര ദിവസം ഒന്നും പറയാൻ പറ്റുള്ള. അവിടെ ചെന്നിട്ട് അവിടുത്തെ സാഹചര്യം പോലെ ഇരിക്കും. നല്ല നടപ്പാണെങ്കിൽ നേരത്തെ വിടുമായിരിക്കും. ഓക്കേടാ, ഓക്കെ, ശരി, എല്ലാം ഇറക്കിക്കോ. ഓക്കെ മക്കളെ, ഈ കേസ് മൊത്തം ഞാൻ ഏറ്റെടുക്കുന്നു. കണ്ണു കാണൂലല്ലോ. ആര് പറഞ്ഞു കണ്ണുകൊണ്ടുടന്ന്? എനിക്ക് മക്കളെ കാണാലോ. മക്കള് വെള്ളക്കള്ളർ കമ്മലാണ് ഇട്ടിരിക്കുന്നത്. മക്കളെ കയ്യില് പച്ച പേന വെച്ചിട്ടുണ്ട്. എനിക്ക് കണ്ണു കാണാം. അതുകൊണ്ട് ഈ കേസ് മൊത്തം ഞാൻ ഏറ്റെടുക്കും. അതെന്തൊരു സ്വഭാവം മാമ? എടാ, ഈ കേസ് ഞാൻ ഏറ്റെടുക്കാന്നല്ലേ പറഞ്ഞത്? എടാ, ഈ കേസ് മൊത്തം നീ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിനക്ക് 25 ലക്ഷം കിട്ടും. ആ 25 ലക്ഷം എനിക്ക് കിട്ടിയാ പുളിക്കോ? അതെന്തൊരു ലോജിക്ക്? അതാണ് ലോജിക്ക്. മക്കളെ, ആ ഫയർ ഒന്ന് മാറ്റി എഴുത്. കാര്യമാക്കണ്ട. ഇങ്ങനെ ഗ്യാസല്ലേ എഴുതി തീരുമ്പോഴേ ആ ഫയല് ഫയറായിട്ട് മാറും. എവിടെന്ന് തുടങ്ങും നമ്മള്? ഇവിടെ തുടങ്ങിയാലോ? ടീഷർട്ട് ചെയ്ത് തുടങ്ങാം. എന്നൊക്കെ പറയുന്ന രഞ്ജിഷേട്ട് ജീവിച്ചു.
വേറെ കാര്യം ഉണ്ട് കേട്ടോ, നമ്മളിവിടെ ക്ലോസിൽ നോക്കുമ്പോഴാണ് കറക്റ്റ് ആ റിങ്കിൾസ് ഒക്കെ ഉണ്ടല്ലോ. അതെ അല്ല അതിന് പ്രത്യേകിച്ച് തോമസിന് നന്ദി പറയണം. തോമസാണ് ഇത്രയും കഷ്ടപ്പെട്ട് ആ ഒരു കുടുംബമൊക്കെ വെച്ചത്. അടിപൊളിയായിട്ട് ആ ചുളിവുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ പുള്ളി ഇത്രയും ചെയ്തുകൊണ്ടാണ് ഞാൻ മീശ വെച്ചത്. കാരണം ഇവനാണ് എനിക്ക് വഴക്ക് ഏൽപ്പിച്ചു തരുന്നത്. ഓരോ വേഷം ചെയ്തുകൊണ്ട് വരും. അപ്പൊ ഒരു മീശയെങ്കിലും വച്ചില്ലെങ്കിൽ എനിക്ക് വഴക്ക് കിട്ടും. അല്ല, ചില സ്റ്റോറീസ് നമ്മൾ കാണുമ്പോൾ അല്ലാതെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് തീരരുത്. അതെ, അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് നിങ്ങൾ പിക്കപ്പ് ചെയ്തത്. നന്നായിരുന്നു. നിങ്ങൾ രണ്ടാളുടെയും പ്രകടനം എന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു രണ്ടാളും. ബിക്കോസ് നമ്മൾ പറയില്ലേ, മൂന്നാമത്തെ ഒരാളുണ്ട് എന്ന് നമ്മൾ മറന്നുപോയി. അത്ര നന്നായിട്ടാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തത്. ബ്യൂട്ടിഫുൾ, സൂപ്പർ, നല്ല സ്ക്രിപ്റ്റിംഗ്, നല്ല പെർഫോമൻസ്. സൂപ്പർ. താങ്ക് യു. നമുക്കപ്പോ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇല്ലല്ല, ഇന്നേ വരെ ഒരു സ്കിറ്റിന് ഇവിടെ 50 അടിക്കുമ്പോ രഞ്ജീഷ് അണ്ണൻ ഇത്രയും തുള്ളിച്ചാണ്. അവൻ കഥാപാത്രമായി ജീവിക്കുകയാണ്. അല്ല, സ്വന്തം ജീവിതത്തിൽ നിന്നെടുത്ത ഏടുകൾ ഹിറ്റാവുമ്പോ അതെ, ഒപ്പിയെടുത്ത ഏടുകൾ ഹിറ്റാവുമ്പോ ഇച്ചിരി സന്തോഷം കൂടും. അതുകൊണ്ടല്ല, ഇതൊരു സൈലന്റ് സ്കിറ്റ് ആണ്. അതെ, അപ്പൊ ഇത് എങ്ങനെ കയറും എന്നുള്ളൊരു ടെൻഷൻ നമുക്ക്. നമ്മളിവിടെ സാധാരണ ബഹളം വെച്ചാണ്. അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഇതായി പോയി, ഷോക്കായി പോയി. ഐ ഹോപ്പ് ദിസ് ജേർണി കണ്ടിന്യൂസ്. ഞാൻ പറഞ്ഞ പോലെ ചില കഥകൾ തീരാൻ പാടില്ല, എന്തിന് നിർത്തി. അങ്ങനെ ഈ കഥ ഇങ്ങനെ തുടരട്ടെ. അതെ, അതുകൊണ്ട് ആ പൈസയും ഇങ്ങ് തരട്ടെ. ഹാപ്പി ആയില്ലേ? ഓൾ സെറ്റ്. വെൽക്കം ബാക്ക് ടു ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ് പവേർഡ് ബൈ അമൃതവേണി ലൈഫ് സ്കിറ്റ് കോ പവേർഡ് ബൈ രാജകുമാരി ഗുരു. അടുത്ത ഒരു സ്കിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൈഖരി ടീമിന് വേണ്ടി ഒരു കുടുംബത്തിന്റെ സ്കിറ്റാണ്. തട്ടിങ്കലാവുമ്പോൾ തട്ടിമുട്ടിയിരിക്കും. അതുപോലെ ഒരു കുടുംബത്തിലെ രസകരമായ കുറെ കാഴ്ചകളുമായിട്ടാണ് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഈ സ്കിറ്റിനൊരു പ്രത്യേകത ഉണ്ട്. കാരണം നിങ്ങൾ ചിരിക്കണം. ചിരിച്ചാൽ മാത്രമേ ചേച്ചി ഓണാക്കണ ബാറ്ററി, ചേച്ചി ഒന്ന് ബാറ്ററി ഓണാക്കി ചേച്ചി. ബാറ്ററി ഓൺ. കാരണം ചേച്ചി ഓണാക്കിയ ബാറ്ററി ചാർജ് ആവണമെങ്കിൽ നിങ്ങൾ ചിരിക്കണം. ആത്മാർത്ഥമായി ചിരിക്കണം. ഇരുന്ന് ഉറങ്ങിക്കളയില്ല. ഓക്കെ, റെഡി? അപ്പോൾ ഒരു കുടുംബത്തിലെ രസകരമായ കാഴ്ചകളുമായി വരികയാണ്. വരുന്നത് ആരൊക്കെയെന്നറിയാം? സനീഷ്, സിന്ധു ആൻഡ് പ്രവീൺ. എടാ സുരേഷ്, ലോകത്താദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു കണ്ടന്റ്. പിണങ്ങിപ്പോയ ഭാര്യയിലെടുക്കെ രണ്ടാം കല്യാണം വിളിക്കാനെത്തുന്ന ഭർത്താവ്. നീ നോക്കിക്കോ, എന്റെ കല്യാണക്കാരൻ കേൾക്കുമ്പോ ഇവൾ ഇവിടെ കടന്ന് കരഞ്ഞ് ഇവിടെ കണ്ണീന്ന് ചോര വരും. ആ ചോര ഞാൻ ബ്ലഡ് ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് ഫ്രൂട്ടി മേടിച്ചു കുടിക്കും. ഇവിടെ ആരും ഇല്ലാതെ താണ്ടാ. പിന്നെ നീ ആരാന്നാ വിചാരിച്ചേ? ചത്തുപോയ നിങ്ങളുടെ അപ്പൂപ്പനായിരിക്കും. എങ്ങനെയാണ് എന്റെ അപ്പൂപ്പൻ നിന്റെ അടുക്ക വരുന്നേ? കർമ്മം ചെയ്യാൻ നേരം എല്ലാരും പൂ ഇട്ടപ്പോ നീ കമ്മ്യൂണിസ്റ്റ് പച്ചലല്ലോടി വാരി എറിഞ്ഞത്. ആ അപ്പൂപ്പൻ ഇവിടോ പച്ച പിടിച്ചില്ല, അവിടെയും ചെന്ന് പച്ച പിടിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചതാ. നിനക്ക് എന്റെ അപ്പൂപ്പനെ പറ്റി അറിയാത്തോണ്ടാ. തീ വിഴുങ്ങുന്ന അത്ഭുത മനുഷ്യനായിരുന്നു. എന്നാലും വലിച്ചോണ്ടിരുന്ന വീട് വിഴുങ്ങിയതാന്ന് പറയും. ഇത്രയൊക്കെ ആയിട്ടും തന്തേ ഭാരതിനെക്കാട്ടി നീളമാണല്ലോടി നിന്റെ നാക്കിന്. തന്തേ ഭാരത് അല്ലടോ, വന്ദേ ഭാരത്. അതുപോലും പറയാൻ അറിഞ്ഞൂടാ. ഞാൻ നിന്റെ തന്ത ഭാരതന്റെ കാര്യമാ പറഞ്ഞു. പെരക്കകത്ത് കയറി ഒന്ന് തന്തയ്ക്ക് വിളിച്ചോണ്ടല്ലോ. നിക്കറിട്ടിട്ടില്ല, അല്ല ഞാൻ പെരപ്പുറത്ത് കയറി നാണം ഉണ്ടോടോ തനിക്ക്? ഈ ഷർട്ടും കൊണ്ട് ഉണക്കാൻ ഇട്ടേക്കുന്നതല്ല, ഇങ്ങോട്ട് കെട്ടിയെടുത്തു. ഞാൻ വിളിക്കാൻ വന്നതാ. വിളിക്കാൻ വന്നത് ഞാൻ വരികയും ചെയ്യും. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വന്നതിന്റെ അന്ന് തന്നെ നിങ്ങളുടെ വീട്ടിന്റെ അപ്പുറത്തെ ഉഷ എന്നോട് എണ്ണി പറഞ്ഞ് നിങ്ങൾ ഏതൊക്കെ പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടെന്ന്. കൂടി വന്ന അവൾ ഒരു 5 പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞു കാണും. എന്താ അതൊക്കെ 5 വരെ എണ്ണ അറിയത്തുള്ളൂ. ആരായി പറയുന്നേ? 2 എഴുതി വെച്ചിട്ട് ഇത് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താറാവെന്ന് പറയുന്ന കളക്ടറായി. എന്നെ കൂടുതൽ കളിയാക്കാണ്ടല്ലോ. ആ കളിയാക്കൂടോ, ഞാൻ കളിയാക്കി എനിക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പം? എനിക്ക് എന്താ കുഴപ്പം? ഒരു വഴക്ക് പോലും മീറ്ററിൽ പറയുന്നില്ല. ഇവളോടൊക്കെ നിന്റെ അയൺ ബോക്സ് അച്ഛനില്ലയോ? അയാളെ ഇങ്ങോട്ട് വിളിച്ചേ. അയൺ ബോക്സോ? പിന്നെ നിന്നെ പോലെ എഴുതി എനിക്ക് എട്ടിച്ചെന്ന് എന്നെ തേച്ചവനെ പിന്നെ ഞാൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണെന്ന് വിളിക്കണം. അച്ഛാ, ഓ ഇങ്ങോട്ടൊന്ന് വന്നേച്ച.
ചോദിക്കാതെ ഇയാൾ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക. ഇനി ഞാനും കൂടി അങ്ങോട്ട് വന്നിട്ട് ഓവർലാപ്പ് ആക്കാനാണോ ഡി? അച്ഛ ഒന്നിങ്ങോട്ടും വാ. ആഹാ കരിമോനെ, കരിമീനാണെങ്കിൽ എടുത്തച്ചൊക്കെ തിന്ന്. കരിമോൻ എന്താ ഈ ഇതുപോലെ മീറ്റർ ധരിക്കുന്ന കുടുംബത്തിലാണല്ലോ ഞാൻ വന്ന് കയറിയത്. നിങ്ങൾ തമ്മിൽ മീറ്ററിന്റെ കാര്യത്തിൽ പല വിഷയങ്ങളുണ്ടാവും. പക്ഷെ നാട്ടുകാരുടെ മുമ്പിൽ നീ ഇപ്പോഴും ലീഡിങ് ആർട്ടിസ്റ്റാ. അതൊക്കെ പണ്ട്. ഇവിടെ ഇനി നാട്ടുകാർ പറയാൻ പോന്നേ ഉള്ളു. ഞാൻ ഇനി നാട്ടുകാരുടെ മുന്നിൽ എക്സ്. അയ്യോ എടാ, ഈ വാശിപ്പുറത്ത് കാണിക്കാൻ പറ്റുന്ന പരിപാടിയാണോടാ ഇത്? അച്ഛൻ ഉദ്ദേശിച്ചല്ല, ഇത് മുൻ ഭർത്താവ്. ഭാഗ്യം, ഇല്ലെങ്കിൽ ഞാൻ ഇവനെ കുളിരല ഗ്രൂപ്പിൽ കാണേണ്ടി വന്നേനെ. എടി അത് നേരിട്ട് അങ്ങോട്ട് ചോദിച്ചാ പോലെ എന്തിനായിട്ട് വലിക്കുന്നത്? ലാഗടിക്കുന്നില്ല, പറയാം. വിളിക്കാൻ വന്നതാ. ഒരു സുപ്രഭാതത്തിൽ നീ ഇവിടെ പെണ്ണ് കാണാൻ ഇവിടെ വന്നു. മറ്റൊരു സുപ്രഭാതത്തിൽ നീ ഇവിടെ കല്യാണം കഴിച്ചു. വേറൊരു സുപ്രഭാതത്തിൽ നീ അവളെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് നിർത്തി. ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാൻ ചോദിക്കുന്നത് നിന്നോടാണ്. എന്തുവാ അച്ഛാ? എടാ, അച്ഛൻ ഇപ്പൊ എത്ര സുപ്രഭാതം പറഞ്ഞടി? ഡയലോഗില്ലെന്ന് വെച്ച് ഈ സുപ്രഭാതം വെച്ച് ഇങ്ങനെ മെഴുക്കേണ്ട കാര്യമല്ലോ. ഈ സുപ്രഭാതത്തിൽ ഇവൻ ഇവിടെ വന്ന സ്ഥിതിക്ക് എന്റെ പൊന്നു മോള് ഇവന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് പൊക്കോ. അച്ഛാ, അച്ഛൻ എന്താ പറഞ്ഞോണ്ട് ഈ പറയുന്നേ? ഇയാള് കാല് മാറിയാ? ആണോടാ, നീ കാല് മാറുവോടാ? എന്റെ അച്ഛാ തീർന്നിക്ക് നിക്കറെടുത്തിട്ടപ്പോ കാല് മാറിപ്പോയതാ. ഇതൊക്കെ ഇത്ര വലിയ കുടുംബ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? എന്റെ അച്ഛാ അതാണോ പറഞ്ഞത്? ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന്റെ അന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ ഇയാള് ഒരു വടിയും 3 കൊടിയായിട്ട് നിക്കുന്ന അച്ഛാ. എന്തിനാണ് ഒരു വടിയും 3 കൊടിയൊക്കെ ആയിട്ട് നിന്നത്? ഏത് പാർട്ടിക്കാരാ ജയിക്കുന്ന നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ ജയിക്കുന്ന പാർട്ടിയുടെ കൊടി കൊണ്ട് പോകാൻ നിന്നതാ. എന്നിട്ട് നീ കൊടിയും കൊണ്ട് പോയോ? ഞങ്ങളുടെ പാർട്ടി സ്വതന്ത്രനാ ജയിച്ചേ. എന്നിട്ട് ഒന്നുമില്ലാതെ പോയി. കൊടിയില്ലാതെ പോയെന്ന്. കൊറേ നാളായി നിങ്ങൾ തമ്മിലെ പ്രശ്നം തുടങ്ങിയിട്ട്. സത്യത്തിൽ ഈ സുപ്രഭാതത്തിൽ ഈ അച്ഛനോട് പറ, എന്താ നിങ്ങളുടെ വിഷയം? പല പ്രശ്നമുണ്ട്. പല വിഷയം ഉണ്ടാക്കി ഇവിടെ തന്നെ യക്ഷിയാണോ? യക്ഷിയെക്കാട്ടിൽ യക്ഷിക്ക് പിന്നെ ഒരു മനസാക്ഷിയുണ്ട്. എന്റെ അച്ഛാ വീട്ടിൽ സാമ്പാർ വെച്ചാ ഇവള് കിഴങ്ങിടത്തില്ല. അത് നീ ഉള്ളത് കൊണ്ടാ. അപ്പൊ ഇവിടെ കിഴങ്ങറി വെക്കുന്നത് അച്ഛനുള്ളത് കൊണ്ടാന്നോ? എന്റെ അച്ഛാ, ഇയാള് ഹണിമൂണാന്ന് പറഞ്ഞോണ്ട് എന്നെ കൊണ്ട് നിർത്തിയത് ബിവറേജിന്റെ മുന്നിലാച്ചാ. എന്നെ മെനകെട്ട പണിയാണോ സുകുമാരാ നീ കാണിച്ചത്? എന്റെ അച്ഛാ ഞാൻ ഇവളോട് ചോദിച്ചു ഹണിമൂൺ നിനക്ക് ഇഷ്ടമുള്ളത് എവിടാ പോകണ്ടേന്ന്. അപ്പൊ അവള് പറഞ്ഞു ചേട്ടൻ ഇഷ്ടമുള്ളത് പോകാൻ. എനിക്ക് ബിവറേജിൽ പോകാനാണ് ഇഷ്ടം. ഞാൻ അവളെ കൊണ്ട് നിർത്തി. അപ്പൊ മോളെ ഇനി സാമ്പാർ വെക്കുമ്പോഴേ ഈ കിഴങ്ങെടുത്ത് അതിനകത്ത് ഇട്ടാ മതി. എന്റെ അച്ഛാ ഇത് മാത്രം ഒന്നും അല്ല പ്രശ്നം. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ, ഇയാള് പണിക്ക് പോയിട്ടുണ്ടോന്ന് അച്ഛനൊന്ന് ചോദിച്ചേ. അത് ശരി, ഇവിടെ എന്നെ പോലെ ഞാൻ മാത്രം മതി, വേറൊന്നും പറയാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്താണ് നീ പണിക്ക് പോകാത്തത്? അതിനും കാരണം ഇവളാ. എന്താ? കല്യാണം കഴിഞ്ഞപ്പോ ഇവൾ എന്നോട് പറഞ്ഞു ചേട്ടൻ കുടിച്ചോ പക്ഷെ വലിക്കരുതെന്ന്. അവള് നല്ലൊരു കാര്യമല്ലേടാ പറഞ്ഞത്. എന്തോ നല്ല കാര്യം? കിണറ് മണിക്കാരോടെ കയറുപോലിയായിരുന്നു എന്റെ ജോലി. അതോട് ഞാൻ വലി അങ്ങ് നിർത്തി. കുടിയുണ്ടേ, എന്നാ ഒരു പൈൻ്റ് അങ്ങ് എടുത്താലോ? ഇന്നലെ കൂടെ കള്ളു കുടിച്ചിട്ട് ഇയാള് വഴക്കുണ്ടാക്കിയെന്ന് ആ ഉഷ എന്നോട് വിളിച്ചു പറഞ്ഞു. ഒരമ്മ പ്രസവിച്ചില്ലെന്നേ ഉള്ളു, പക്ഷെ എനിക്ക് എന്റെ കൂടപ്പറപ്പാ ഉഷ. അല്ലയോ അച്ഛാ? നീ എന്തിനാ എന്നെ സംശയത്തോടെ നോക്കുന്നത്? ഞാൻ ഒരു ഉപമ പറഞ്ഞതല്ലേ. എന്തായാലും ഉഷ പറയത്തില്ല. ആര് പറഞ്ഞു ഉഷ പറയത്തില്ലെന്ന്? ഉഷയും പറയും, ഉഷയുടെ മാമിയും പറയും. പണ്ടേ ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് കള്ളു കുടിച്ചെന്ന് കള്ളത്തരം പറഞ്ഞതാ ഉഷയുടെ മാമി. അച്ഛൻ കള്ളു കുടിക്കുമല്ലോ. അയ്യോ കള്ളു കുടിച്ചെന്നല്ല, ഞാൻ ജോലിക്ക് പോയെന്ന് കള്ളത്തരം പറഞ്ഞതാ. എന്തായാലും എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ പറയാനുണ്ട്. അതന്തസ്. എന്തായാലും വലിഞ്ഞു കയറി വന്നതല്ലേ, അവന് കഴിക്കാനുള്ള എന്തെങ്കിലും നീ എടുത്ത് വെച്ച. ആരാ അവിടെ ഓട്ടോക്കകത്ത് വന്നിറങ്ങിയത്? ഓട്ടോ അല്ല, അവിടെ പെട്ടിവണ്ടി ചാറ്റായതാ. നീ എന്റെ കൊച്ചിനെ കൊണ്ട് ചോറെടുപ്പിക്കുവാടാ. അയ്യോ ആണ്ടതേ അളിയൻ വന്നേക്കുന്നു. പെട്ടിയോട്ടോയിലോ? അല്ലെന്ന്, ഇവർക്ക് ഒരു അമ്മാവനുണ്ടായിരുന്നു ഞങ്ങളുടെ അളിയൻ. ആദ്യം നാടൻ പാട്ട് കലാകാരനായിരുന്നു. ആദ്യം മരിച്ചതിന് ശേഷം അളിയന്റെ ബാധ ഇവളുടെ ദേഹത്ത് ഇടയ്ക്കിടയ്ക്ക് കയറും. ഇതെന്നാ പ്രശ്നം? വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറയുമ്പോ ഈ വാദം വന്ന് ഇവിടെ ദേഹത്ത് കയറും. അതെ, അച്ഛനറിയാവോ? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാ എനിക്കിത് മനസ്സിലായത്. നീ അങ്ങനെ പറയട്ടെ, കല്യാണത്തിന്റെ അന്ന് ഞാൻ നിന്നോട് പറഞ്ഞ ഇവളുടെ ദേഹത്ത് ബാധ കയറുന്ന കാര്യം അന്ന് എനിക്ക് ബോധം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറെ ഉണ്ടല്ലോ. ഓ, ഈ ഗോപിയുടെ നാടൻപാട്ടിനെ പറ്റി നീ ഇവനോട് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അത് ശരിയാ കേട്ടോ. നാടൻപാട്ട് ഗോപിയാ. അതെന്താ പറ്റി? സാധാരണ നാടൻപാട്ടുകാർ കോറസുമായിട്ടല്ലേ പരിപാടിക്ക് പോകുന്നത്. എന്റെ അളിയൻ ടോറസും വിളിച്ചോണ്ടാ പോകുന്നത്. നാട്ടുകാരെറിയുന്ന കല്ലും കട്ടയൊക്കെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്. കാര്യം എന്തൊക്കെയാന്ന് പറഞ്ഞാലും ശരി, ആളിയൻ വീടിന്റെ പണി അങ്ങ് തീർത്ത്. ഓ, നീ ഇവനെ പറഞ്ഞു വിടില്ലേ? ആദ്യം ആളിയൻ ഇവിടെ നിന്ന് പോ. അച്ഛാ ഇയാളെ ഒന്ന് പറഞ്ഞു വിടല്ലേ? ശരി മോളെ, ഇവളിപ്പോ അച്ഛാന്നല്ലേ വിളിച്ചത്? അച്ഛനാണോ വിളിച്ചത്? അളിയാ. അല്ലല്ല, ഇവളിപ്പോ അച്ഛനാ വിളിച്ചത്. അന്നാ അളിയന്റെ അച്ഛനായിരിക്കും. എന്റെ അച്ഛനാണ് സത്യം, ഞാൻ അച്ഛാന്ന് വിളിച്ചിട്ടില്ല.
അതില്ല. വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇത് മൊത്തം ഇവിടെ കള്ളത്തരവാ. ജോലി ചെയ്യാൻ വയ്യാത്ത നിങ്ങൾ കാണിക്കുന്ന കുറെ അഭ്യാസങ്ങളായത് എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. ചത്തച്ചാവിനെ സംശയിക്കുന്നോടാ. സംശയമില്ല, ഉറപ്പിക്കാം. നാടൻ പാട്ടുകാരനല്ലയോ, ഒരു നാടൻ പാട്ട് പാടിക്കും. പാടളിയാ. അയ്യോ എന്നോടല്ല അളിയനോടാ പാടാൻ പറഞ്ഞത്. ആ മണിച്ചേട്ടന്റെ വരത്തിന്റെ പോന്നുള്ള പാട്ടില്ലേ, അതുകൊണ്ട് പാടി കേൾപ്പിക്കും. വരുത്തന്റെ ഒപ്പം ഒളിച്ചു ചാടിയ തങ്കമ്മോ പൊന്നു തങ്കമ്മോ. വീട്ടിൽ പറഞ്ഞത് ആളിയം മരിച്ചല്ലോ. അമ്മാനാണോ? സോറി, അമ്മാവൻ മരിച്ചല്ലോ. ഇനി ഇവിടെ കിടന്ന അഭ്യാസം കാണിച്ചാൽ ആ പോയ അമ്മാനൊക്കെ ഇവിടെ പറഞ്ഞു വിടും. അച്ഛാ, ഇവിടെ എന്താ അച്ഛാ സംഭവിച്ചേ? ഒരു വരട്ടച്ചൊറിയാ മോളെ. എന്റെ പൊന്നു, അതല്ല എനിക്ക് എന്തോ സംഭവിച്ചെന്ന്. എന്റെ പൊന്നു മോളെ നല്ലൊരു നാടൻ പാട്ട് ഇവിടെ പാടി. വിഷല് സൂപ്പർ ആയിരുന്നു, പക്ഷെ പാട്ട് തോൽവിയായി. എന്തായാലും അവൻ നിന്നെ വിളിക്കാൻ വന്നതല്ലേ, നീ അവന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് പോ. ആര് വിളിക്കാൻ വന്നു? നീ ഇവിടെ വിളിക്കാൻ വേണ്ടി വന്നതല്ലേ? ഞാനിവിടെ വിളിക്കാൻ വന്നതല്ല, പിന്നെ എന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. ഇവൻ വേറെ കെട്ടാൻ പോണെന്ന്. എന്റെ അച്ഛാ, ഇയാള് പുതിയ നമ്പരും കൊണ്ട് വന്നേക്കുവാ ഞാൻ കൂടെ ചെല്ലാനായിട്ട്. കല്യാണമായിരുന്നെങ്കിൽ ഉഷ എന്നെ വിളിച്ചു പറയത്തില്ലയോ അച്ഛാ? ഉഷ മാത്രല്ല, ഉഷയുടെ മാമിയും വിളിച്ചു. വണ്ടി ഷെട്ടി കേറായടാ, ഇനി അങ്ങ് നിർത്തരുത്. പെട്രോൾ തീരുന്ന വണ്ടിയാണെങ്കിൽ ചോക്ക് വലിച്ചൊന്ന് ഓടിക്കാൻ ആരായാലും കൊതിച്ചു പോത്തില്ലടാ. എന്തായാലും ഉഷ പറയത്തില്ല. ഉഷ പറയത്തില്ല, നിനക്കെന്താ ഇത്ര ഉറപ്പ്? ആ ഉഷയാ ഞാൻ കെട്ടാൻ പോകുന്നത്. അപ്പൊ ഉഷ വിഷമായിരുന്നോ? ആ വിഷം ഞാൻ കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു. എന്തിനാണ് വിഷം നിന്ന് ആത്മഹത്യ ചെയ്യണത്? ഈ കൊലപാതകത്തിനെക്കാട് നല്ലതാ ആത്മഹത്യ. ഉഷയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾക്ക് എന്താ എത്ര നിർബന്ധം? എന്റെ കുറ്റം മൊത്തവും നിന്നോട് പറഞ്ഞതിനുള്ള പ്രതികാരത്തിന് ഞാൻ ഉഷയെ കല്യാണം കഴിക്കാൻ പോകുന്നു. ഓ എന്റെ സുകുമാര, ഇതൊക്കെ ഒരു പ്രതികാരമാണോടാ? നിന്നെ പോലെ ഞാൻ പ്രതികാരം ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ട് ഉഷയുടെ മാമിയും കുഞ്ഞമ്മയും വല്യമ്മയൊക്കെ ഈ വീട്ടിൽ നിന്നേനെ. സുപ്രഭാതം, ശുഭരാത്രി. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ പ്രവീൺ ചേട്ടനെ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് വേറെ ടീമുമായിട്ട് കാണുന്നത്. ഇത് ഇങ്ങോട്ടേക്ക് പോയതാണോ അത് ഇവർ ഇങ്ങോട്ടേക്ക് വന്നാണോ? ഇത് എന്നെ സംഭവം എന്നാ? ഞാൻ വിളിച്ചായിരുന്നു. ആണ്, അടിപൊളി. നിങ്ങളെ കണ്ടിട്ട് കുറെ ആയല്ലോ. എവിടെയായിരുന്നു? ഇടയ്ക്ക് അളിയനൊരു സർജറി ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട് നിന്നോണ്ടാണ് വരാൻ. പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അന്വേഷണം തീർച്ചയായിട്ടും. പറയണെങ്കിൽ ചേച്ചി, ഇവര് രണ്ടുപേരും എനിക്ക് സഡൻലി ഓർമ്മ വന്ന ഫസ്റ്റ് ടൈം ഇവര് വന്നപ്പോ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ടാണ് ഇവർ വന്നത്. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. യുനോ ഐ റിയലി ലൈക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റ് ഭയങ്കര ടൈറ്റ് ആണ്, വാട്ടർ ടൈറ്റ് ആണ് എപ്പോഴും. സോ ഭയങ്കര ഇഷ്ടമുള്ള സ്കിറ്റ് അല്ലേ? ആദ്യത്തെ നമ്മൾ സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ ആദ്യം ഒരു ഉഷയെ കാണിച്ചിട്ട് അവസാനം ഉഷയാണ് കെട്ടുന്നത്. ട്വിസ്റ്റ്, സിനിമാറ്റിക് സ്കിറ്റ്. അതെ, നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. പ്ലേ അടിപൊളിയായിരുന്നു. രണ്ടുപേരും ഭാര്യയും ഭർത്താവും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ കൗണ്ടേഴ്സിനൊക്കെ എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പണമൊഴുകണ കടി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ 32,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ശ്വേത ചേച്ചി. യെസ്, ക്രെഡിറ്റ് ആയി. സന്തോഷായില്ലേ? Welcome back to Cutie the Beauty Soap Presents Comedy Masters, powered by Amritaveni Lice Kit, co-powered by Rajakumari Group. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്ത 3 സ്കിറ്റിലെയും കണ്ടസ്റ്റൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. സിനിമയുടെ ക്ലൈമാക്സ് അല്ലേ? ഇനി അങ്ങോട്ടേക്ക് അതുപോലെ തന്നെയാണ്. കാരണം ഇതിൽ ഒരാളാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ. പക്ഷേ ഞാൻ 3 സ്കിറ്റിന്റെയും മെയിൻ ആയിട്ട് ഞാൻ പറയാം, പിന്നെ ഞാൻ ഫൈനൽ മെയിൻ പറയാം. ദി മെയിൻ. അപ്പൊ ആദ്യത്തെ സ്കിറ്റ് ഓഫ് കോഴ്സ് നമ്മുടെ സുരേഷൻ ടീമാ വന്നത്. അപ്പൊ അതില് സുരേഷ് ആ തീരുമാനം കറക്റ്റാണ്. അപ്പൊ അത് പിന്നെ രണ്ടാമത് വന്നത് നമ്മളുടെ രഞ്ജിത്തും രഞ്ജീഷും എല്ലാം. അതിന് നമ്മുടെ അപ്പൂപ്പനെ വിട്ട് പിന്നെ ആരുമില്ല, രഞ്ജീഷ്. മൂന്നാമത്തെ ടീം വന്നപ്പോ ഇവര് രണ്ടുപേരും ഹസ്ബൻഡ് വൈഫ് എല്ലാം അങ്ങനെ തകർത്ത് അഭിനയിക്കാനായത്. പക്ഷെ അവിടെയും അപ്പൻ വന്നിട്ട് തൂക്കി. പക്ഷെ വെറൈറ്റി എവിടെ ഉണ്ടായിരുന്നു? എവിടെ ഉണ്ടായിരുന്നു? അതാണ് അതുവരെ കറക്റ്റ്. കൊലത്തോക്ക്. All right guys, Cutie the Beauty Soap ഇന്നത്തെ മെയിൻ രജിജൻ. Congratulations.
നമുക്ക് ആ പെർഫോമൻസ് ഒന്നുകൂടെ കാണാം. Yes. Okay? Yeah. ഇതിനകത്ത് ഒരു പെൺകൊച്ചൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അതിന്റെ താഴെ പെൺകൊച്ചെ കമന്റ് ഇട്ടിരുന്ന് അവൾ അതിനകത്തൊരു ക്യാപ്ഷൻ ഇട്ടിരുന്ന് തനിച്ചാണ് ഞാനെന്ന്. ഞാൻ അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ട് ഞാനും തനിച്ചാണ് ഇങ്ങ് പോരേന്ന്. അതെ, സോഷ്യൽ മീഡിയയിൽ ഒരു സ്ത്രീക്കെതിരായി ബാഡ് കമന്റ് ഇട്ടു എന്നൊരു കേസ് വന്നിട്ടുണ്ട്. ഈ മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്നവരാ? ഈ മൊബൈൽ നമ്പരോ കാണാൻ പറ്റുന്നില്ലല്ലോ. 98 46 25 52 32. ഈ മൊബൈൽ നമ്പറിൽ നിന്നും ബാൻ ചെയ്ത സൈറ്റിലേക്ക് നിരവധി തവണ അശ്ലീല വീഡിയോ സെർച്ച് ചെയ്തിട്ടുണ്ട്. മൊഴിഞ്ഞതല്ലേ കാണാൻ പാടില്ലാത്ത വീഡിയോകളൊക്കെ കണ്ടു അല്ലേ? കണ്ടതിന് ശേഷമാണ് മക്കളെ മനസ്സിലായത് അതൊന്നും കാണാൻ പാടില്ലാത്തതാണ്. നല്ല ടീഷർട്ടും അമ്മ. ഞാൻ ഫാനിന്റെ അടുത്ത് പോയി നിൽക്കാറുണ്ട്. ചിലപ്പോ ഫ്രോക്ക് ഒന്നും കൂടെ കറങ്ങി. ശ്വേത ചേച്ചി താമസിക്കണ്ട, വേഗം ക്രൗഡായിട്ട് വായോ. രഞ്ജിച്ചേട്ടാ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പറും കൂടെ ലഭിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. ഓൾറൈറ്റ്, അപ്പൊ ഈ സന്തോഷത്തിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. മക്കളെ താങ്ക് യു സോ മച്ച്. മക്കളെ അമ്മമാരെ താങ്ക് യു സോ മച്ച്. സ്റ്റേ യങ്, സ്റ്റേ പോസിറ്റീവ്. അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ്.